ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചോറിനൊപ്പം കഴിക്കാനായിട്ട് ഉള്ള അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. കറി വയ്ക്കാൻ സമയമില്ലെങ്കിൽ ഒട്ടും ടെൻഷൻ വേണ്ട, ഒരു 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഒരു മുട്ട ഉണ്ടെങ്കിൽ മാത്രം മതി. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മുട്ട എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നല്ല മിക്സ് ചെയ്ത് നമുക്ക് പിന്നെ അത് മാറ്റി വെച്ചേക്കാം. ഇപ്പോൾ വേറൊരു പാത്രത്തിലേക്കായിട്ട് ഞാൻ ഒരു 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് വലിയുള്ളിയാണ് കേട്ടോ. വലിയുള്ളി വേണമെങ്കിൽ വലിയുള്ളി ചേർക്കാം, ചെറിയുള്ളി വേണമെങ്കിൽ ചെറിയുള്ളി ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചേർത്തത് വലിയുള്ളിയാണ്. ഒരു മീഡിയം സൈസിലേക്ക് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് നേരം വഴറ്റിയെടുക്കണം, കളർ ചേഞ്ച് ആവണമെന്നൊന്നുമില്ല. പെട്ടെന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഉള്ളി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇനി പച്ചമുളകാണ് കേട്ടോ ചേർക്കുന്നത്. ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമ്മളിനി ഒരു തക്കാളിയാണ്, ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തക്കാളി ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് വരണം കേട്ടോ. അതിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. ഒരു 1/2 ഗ്ലാസോളം നമുക്ക് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ചെറുതായിട്ട് നമ്മുടെ തക്കാളി ഒന്ന് ഉടച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഗ്രേവി പോലെ വെക്കുകയാണെങ്കിലും ഗ്രേവി പോലെ വെക്കാം കേട്ടോ. അത് നമ്മുടെ ഇഷ്ടത്തിന് പോലെയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിലേക്കുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു തക്കാളിക്കും ഉള്ളിക്കും ആവശ്യത്തിന് പോലെയാണ് കേട്ടോ ഞാൻ മസാല ചേർത്തത്. അപ്പോൾ ഞാൻ അതായത് ഒരാൾക്ക് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സാധനത്തിന് ആവശ്യത്തിന് പോലെ നിങ്ങൾ എല്ലാ പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല തിളച്ച് വരട്ടെ. ഇതുപോലെ ഒന്ന് തിളച്ചൊന്ന് സെറ്റായതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ മുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 മുട്ട വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരാൾക്കായതും ഒരു മുട്ട യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൽ നല്ല മസാലകളൊക്കെ ഉണ്ടല്ലോ, അതായത് നമുക്ക് തന്നെ മതിയാവും. ഒരാൾക്ക് തന്നെ ഇത് ധാരാളമാണ്. ചെറുതായിട്ടൊന്ന് വേവായതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. ഒന്ന് സെറ്റായിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കട്ടെ. ഞാൻ ചെറുതായിട്ടൊന്ന് സെറ്റാവാത്ത മുമ്പ് തന്നെ തിരിച്ചിടാൻ ട്രൈ ചെയ്തപ്പോൾ അത് പൊട്ടിപ്പോയി. കുഴപ്പമില്ല, നമുക്കത് തിരിച്ചിട്ട് നമ്മൾ മുകളിൽ ഇപ്പം റെഡി ആയിട്ടില്ലല്ലോ. അപ്പം നമ്മൾ തിരിച്ചിട്ട് എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ടൊന്ന് സെറ്റ് ആയിക്കൊള്ളൂ കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഞാൻ പെട്ടെന്നൊരു അർജൻറ്റിൽ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് തിരിച്ചിടുന്ന സമയത്ത് ഒന്ന് എല്ലാ ഭാഗം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് വീണ്ടും കറക്റ്റായിട്ട് ഒട്ടിക്കൊള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് സെറ്റ് ചെയ്യാൻ വെച്ചെടുത്ത് വയ്ക്കാം. അങ്ങനെ നമ്മുടെ മുട്ട ഇതുപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഫ്ലെയിം ഒന്നും ഓഫ് ചെയ്തിട്ടില്ല. നമ്മുടെ അയൺ കടായി ആയ കാരണം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താലും അത് കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ചൂട് ചോറിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നമ്മൾ മുട്ട ഇങ്ങോട്ട് പൊരിച്ചിട്ട് അതിൽ വെച്ച് കൊടുത്താൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ മുകളിലേക്ക്. നല്ല ചൂട് ചോറായിരിക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് കഴിക്കുന്ന സമയത്ത്. അങ്ങനെ ഒന്നും പറയാനില്ല കേട്ടോ. നല്ല നാടൻ ഊണിൻ്റെ ആ ഒരു ടേസ്റ്റ് ശരിക്കും വേറെ ലെവലാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കറിയൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഒരു മുട്ട ഉണ്ടെങ്കിൽ മാത്രം മതി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീണ്ടും ട്രൈ ചെയ്യണമെന്ന് തോന്നും. ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ.